വാർത്ത അതായത് കേണിച്ചിറയിൽ നിന്ന് കഴിഞ്ഞ 2-3 ദിവസമായി നമ്മൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അറിയിക്കുന്നുണ്ട്. അതിപ്പോൾ കുറച്ചുകൂടി രൂക്ഷമായിട്ടുണ്ട് ആ പ്രശ്നം എന്നുള്ളതാണ്. കടുവയുടെ പ്രശ്നമാണ്. ഒരു കടുവ നിരന്തരം വന്ന് വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളെ കൊല്ലുന്നു എന്നൊക്കെയുള്ള. അപ്പോൾ അവരുടെ ആവശ്യം മയക്കുവെടി വെച്ച് കൊല്ലണം അല്ലെങ്കിൽ പിടികൂടണം എന്ന് പറയുന്നില്ല, ഭീഷണിയാണ്, വലിയ പ്രാണഭയം ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണം പിടികൂടണമെന്ന് അവരുടെ ആവശ്യം തീർത്തും ന്യായമാണ്. ഇപ്പോൾ നിലവിൽ പക്ഷേ വനംവകുപ്പ് കൂട് സ്ഥാപിച്ചിട്ടേ ഉള്ളൂ. അതെ, അപ്പൊ ഈ കടുവ കൊന്ന പശുവിന്റെ ജഡവുമായി അവർ അവിടെ നാട്ടുകാർ റോഡ് ഉപരോധിക്കുകയുമാണ്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്. സുർജിത്ത്, ഈ കേണിച്ചിറയുടെ എന്താണ് നിതാന്ത വേദനയാണ്, അല്ലെങ്കിൽ കേണിച്ചിറയുടെ വലിയ ആശങ്കയാണ്, ആധിയാണ്. അപ്പോൾ ആ സമരത്തെ ഒരു തരത്തിലും തെറ്റു പറയാൻ കഴിയില്ല. അത് സ്വാഭാവികമായി ഉണ്ടാകാവുന്ന ഒരു സമരം തന്നെയാണ്. തീർച്ചയായും ഹാഷ്മി, അത് സ്വാഭാവികമായും അത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരിക തന്നെ ചെയ്യും. അതുതന്നെയാണ് കാണുന്നത്. സർവകക്ഷി സംഘമാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ അല്പസമയം മുമ്പാണ് ഈ ബത്തേരി പനമരം റോഡിലേക്ക് ഈ പശുവിൻ്റെ ജഡം ഇവിടെ ട്രാക്ടറിൽ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ റോഡ് ഉപരോധിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായുള്ള പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുൽപ്പള്ളിയിൽ നേരത്തെ സമാനമായ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധം നടന്നിരുന്നതാണ്. അതിൻ്റെ തുടർച്ച എന്ന് വേണം കരുതാൻ. കാരണം ഇവിടെ ഉദ്യോഗസ്ഥരില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. വനംവകുപ്പിനെ സംബന്ധിച്ച് DFO ഇല്ല. DFO ഷജന കരീമിനെ ഇവിടെ നിന്ന് മാറ്റിയ ശേഷം മറ്റൊരു DFOക്ക് പകരം ചുമതലയാണ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഇവിടെ റേഞ്ച് ഓഫീസർ ഇല്ല, അദ്ദേഹം ട്രെയിനിങ്ങിലാണ്. വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. 3 മാസം. അദ്ദേഹത്തെയാണ് 2 മാസത്തെ ട്രെയിനിങ്ങിന് അയച്ചിരിക്കുന്നത്. മാത്രമല്ല ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അവധിയിലാണ്. അത്തരത്തിൽ നാഥനില്ല കളരിയായി വയനാട് സൗത്ത് ഡിവിഷൻ മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ തെളിവാണിത്. ഇത്തരം വലിയ രീതിയിലുള്ളൊരു കോൺഫ്ലിക്റ്റ് നിലനിൽക്കുന്ന ഘട്ടത്തിൽ പോലും ഇതിനെ നയിക്കാൻ ഉദ്യോഗസ്ഥരില്ല. ഈ കടുവയെ സംബന്ധിച്ചിടത്തോളം 3 ദിവസത്തിനകം 4 പശുക്കളെയാണ് കടുവ കൊന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഈ പ്രതിഷേധത്തിന് കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ജഡവും ആയി ഇത്തരത്തിൽ ഒരു ജനകീയ പ്രതിഷേധത്തിലേക്ക് ആളുകൾ എത്താനുള്ള കാരണം. ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ സർവകക്ഷി പ്രതിനിധികളായിട്ടുള്ള ആളുകൾ എല്ലാവരും ഇവിടെയുണ്ട്. എന്താണ് നിങ്ങളുടെ ഡിമാൻഡ്? മയക്കുവെടി വെച്ചിട്ട് കടുവയെ പിടിച്ച് ഇവിടുന്ന് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള കാര്യങ്ങളുമായിട്ട് പുറകോട്ട് പോവുള്ളൂ. അത്രയേ ഉള്ളൂ. 3-4 ദിവസമായി. കഴിഞ്ഞ ദിവസം 3 പശുക്കളെയാണ് ഇന്നലെ രാത്രിയിൽ കൊന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു സമരത്തിലേക്ക് ജനങ്ങൾ സർവകക്ഷി ഒറ്റക്കെട്ടായിട്ട് വന്നത്. ആ മയക്കുവെടി വെച്ച് കടുവയെ കൊണ്ടുപോകാനുള്ള തീരുമാനം കിട്ടാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഉദ്യോഗസ്ഥരില്ലാത്തത് വലിയ അളവിലുള്ള ഒരു പ്രശ്നം തന്നെയാണ്. ഇവിടെ നിലവിൽ ഉദ്യോഗസ്ഥരില്ലാത്തതാണോ പ്രതിസന്ധി? ഉദ്യോഗസ്ഥരില്ലാത്തതിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ട്. 2 ഈ മയക്കുവെടി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഇവിടുന്ന് അങ്ങോട്ട് പോകണം. അതിന് ഇവർ വരുന്നത് താമസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 3 ദിവസം ഈ കടുവ ഇവിടുന്ന് ഈ പ്രയാസം സൃഷ്ടിക്കുന്നു. ആ പ്രയാസം സൃഷ്ടിക്കുന്നതിൻ്റെ ഇടയിൽ അവർ കുറേ താഴെയുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ പാവങ്ങൾ രാത്രിയും പകലും ഇല്ലാണ്ട് ഓടി നടന്നുകൊണ്ട് കാര്യമില്ല. ഇതിൻ്റെ തലപ്പത്തുള്ള ആളുകൾ ഉത്തരവാദിത്വം നിർവഹിക്കണം. ഈ കടുവയെ മയക്കുവെടി വെക്കുന്നതിനുള്ള ഉത്തരവ് ഇറങ്ങാൻ ഇത്രമാത്രം താമസത്തിൻ്റെ ആവശ്യമില്ല. അത് അടിയന്തരമായി ഇറങ്ങണം. ഇറങ്ങാതെ ഈ ജനത പിരിഞ്ഞു പോവില്ല എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. ആളുകളെ സംബന്ധിച്ച് വലിയ ആളുകൾ വളരെ ആശങ്കയിലാണ്. കാരണം ക്ഷീരമേഖലയും കാർഷിക മേഖലയിലുള്ള ആളുകളാണ്. ധാരാളം കുട്ടികൾ സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ട്. ക്ഷീരമേഖലയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. എന്തായാലും നിങ്ങൾ ഇത് ഏത് തരത്തിലാണ് ഈ സമരം അവസാനിപ്പിക്കാനുള്ള നീക്കം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്? ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഒറ്റ ആവശ്യമുള്ളൂ. കഴിഞ്ഞ ദിവസം 3 ദിവസം മുമ്പ് ഒരു കടുവ ഈ പശുവിനെ പിടിച്ചപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ സമാധാനപരമായി ഞങ്ങളെ പ്രശ്നം പരിഹരിച്ചതാണ്. കാരണം അതിനെ കുഴിച്ചു മുട്ടുന്നതിനും കൂട് വെക്കുന്നതിനുള്ള തീരുമാനമെടുത്തുകൂടി അവസാനിക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അതിനുശേഷം 3 പശുക്കളെ പിടിച്ചു. ഇത് മനുഷ്യന് നേരെ തിരിയില്ല എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തതുകൊണ്ട് അതിനെ മയക്കുവെടി വെച്ച് പിടിക്കാതെ ഈ സമരവുമായി ഈ റോഡിൽ നിന്ന് ഞങ്ങൾ പിന്മാറില്ല എന്നുള്ളതാണ്. അതാണ് അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ നിലവിൽ റോഡ് ഉപരോധം തുടരുകയാണ്. മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആരും തന്നെ ഇവിടേക്ക് എത്തിയിട്ടില്ല. അവർ വന്ന ശേഷം കൃത്യമായ രീതിയിൽ നടപടി ഉണ്ടാകണം. കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം എന്നുള്ള ആവശ്യം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. ഹാഷ്മി, ഒരു തരത്തിൽ കുറ്റം പറയാൻ കഴിയില്ല. അതിൽ ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം ഹാഷ്മി, ഇപ്പോൾ അവിടെ നിന്നൊക്കെ വരുന്ന ഈ തത്സമയ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഉന്നത ഉദ്യോഗസ്ഥരൊന്നും സ്ഥലത്ത് പോലും ഇല്ല എന്നുള്ളതാണ്. ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസറൊന്നും അവിടെ ഇല്ല. ഇപ്പൊ കഴിഞ്ഞ എത്ര ദിവസങ്ങളായി നമ്മൾ തന്നെ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരിലൊരു ഉദാസീനത എന്തുകൊണ്ട് എന്നുള്ള ഈ സംഭവത്തിൽ മാത്രമല്ല, ഇത്തരത്തിൽ പല സംഭവത്തിലും വനംവകുപ്പിന്റെ അതെ, ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കിടെ മാത്രം 1-ലേറെ വന്യമൃഗങ്ങളുടെ ആക്രമണം അവിടെ വരുന്നു. ഈ മൃഗങ്ങളെ ആക്രമിച്ചു കൊല്ലുന്നു.